ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പപ്പീസ്, അതുപോലെ ഒരുപാട് പ്രാവുകൾ, മറ്റ് പെറ്റ്സുകളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു മെയിൽ പപ്പിയുണ്ട്, ഒരു ഫീമെയിൽ പപ്പിയുണ്ട്. ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. 40 ദിവസം പ്രായമായ പപ്പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ബീഗിളിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിട്ടുള്ളത്. ഫീമെയിൽ പപ്പിയുണ്ട്, മെയിൽ പപ്പിയുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബീഗിളുടെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ബീറ്റലിൻ്റെ ക്രോസ് ആടാണ് വന്നിരിക്കുന്നത്. ഫീമെയിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 11 മാസമാണ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 11 മാസം പ്രായമായ ബീറ്റലിൻ്റെ ആടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബീറ്റലിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്തിട്ടുണ്ട്. 1.5 മാസമായി ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 9,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് അടിപൊളി ഹസ്കിയുടെ പപ്പീസാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടത്തറയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 2 മാസം പ്രായമായ ഹസ്കിയുടെ മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. വിത്ത് കേസിയാണ്. അപ്പോൾ നല്ല അടിപൊളി പേരന്റ് ലൈൻ വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 35,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഹസ്കിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല ലൈനേജ് പപ്പീസാണ് വന്നിരിക്കുന്നത്. പാരൻസൊക്കെ വന്നിരിക്കുന്നത് ഇമ്പോർട്ടിൻ്റെ കുട്ടികളാണ് വന്നിരിക്കുന്നത് പാരൻസ്. അപ്പോൾ നല്ല അടിപൊളി ഹസ്കി പപ്പീസ് 35,000 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. തൃശ്ശൂർ ജില്ലയിൽ നടത്തരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പിറ്റ്ബുള്ളിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് മദറിൻ്റെയും ഇത് കാണുന്നത് ഫാദറിൻ്റെയും ഫോട്ടോ ആണ്. അപ്പോൾ പിറ്റ്ബുള്ളിൻ്റെ നല്ല അടിപൊളി പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മൊത്തം 9 പപ്പീസ് ഉണ്ട്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി ഉള്ള പിറ്റ്ബുള്ളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 15,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റി പിറ്റ്ബുള്ളിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസ് വന്നിട്ടുണ്ട്. 15,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. റേറ്റ് നിങ്ങൾക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എടുക്കാൻ നല്ല ക്വാളിറ്റിയും അതേപോലെ നല്ല അടിപൊളി പിറ്റ്ബുള്ളിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ചാലക്കുടിയാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 15,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. മൊത്തം 9 പപ്പീസ് കൊടുക്കാനുണ്ട്. അഞ്ചാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയർ കൊനൂറുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് വന്നിരിക്കുന്നത് 4 വയസ്സുള്ള കൊനൂറിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. 2 ടൈം കുട്ടികളെ ഇറക്കിയതാണ് ബ്രീഡ് ചെയ്ത്. അപ്പോൾ ഇത് കേജ് അടക്കമാണ് കൊടുക്കുന്നത്. കേജ് അടക്കം 15,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ ബ്രീഡിംഗ് പെയറും അതേപോലെ തന്നെ കേജ് അടക്കം 15,000 രൂപ. ബേഡ്സ് മാത്രമാണെങ്കിൽ 10,000 രൂപയാണ്, 10,000 ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അർജൻറ്റ് സെയിലാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ലാബിൻ്റെ 4 വയസ്സ് പ്രായമായ മെയിൽ ഡോഗാണ് സെയിലിന് വന്നിരിക്കുന്നത്. 4 വയസ്സ് പ്രായമുണ്ട്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി മെയിലാണ് വന്നിരിക്കുന്നത്. 4 വയസ്സ് പ്രായമുള്ളത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 7,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. 2 കാറ്റുകളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഡോൾ ഫേസിൻ്റെ 1 വർഷം പ്രായമായ 1 വയസ്സായ
മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്, ഡോൾ ഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ മെയിൽ കാറ്റിന് ചോദിക്കുന്നത് 5500 രൂപയാണ്. ഈ മെയിൽ കാറ്റിന് ചോദിക്കുന്ന റേറ്റ് 1 വയസ്സായതാണ്. ആലപ്പുഴ തന്നെ അടുത്ത് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് ഫീമെയിൽ കാറ്റാണ്, പഞ്ച് ഫേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനും അഡൽട്ട് കാറ്റാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 6500 രൂപയാണ്. ഈ ഫീമെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത്, പഞ്ച് ഫേസ് 6500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫീമെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ആലപ്പുഴയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. മെയിലിന് 5500 ഫീമെയിലിന് 6500 രൂപയാണ് ചോദിക്കുന്നത്. അതിലൊരെണ്ണം ഡോൾ ഫേസും ഒരെണ്ണം പഞ്ച് ഫേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കാറ്റുകളാണ് വന്നിരിക്കുന്നത്. എട്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ജാവയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. അപ്പോൾ ജാവ ഒരു ബ്രീഡിംഗ് പെയറും അതേപോലെ തന്നെ ഈ കേജ് അടക്കമാണ് 3000 രൂപയാണ് ചോദിക്കുന്നത്. 3000 റേറ്റ് നെഗോഷ്യബിൾ ആണ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഐക്യരപ്പടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ഈ കൂടെ എടുക്കാണ് ചോദിക്കുന്നത് 3000 രൂപ, റേറ്റ് നെഗോഷ്യബിൾ ആണ്. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് എടപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വയസ്സായ ഡോൾ ഫേസിൻ്റെ മെയിൽ കാറ്റാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 1 വയസ്സാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപ. അപ്പോൾ ഈ മെയിൽ കാറ്റിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് പ്രാവുകൾ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പേര് നമുക്ക് തുടക്കത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വന്നിരിക്കുന്നത് 9 കല്ലി ആയ ഒരു ഹംഗേറിയൻ മിക്സിൻ്റെ പെയറാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്നത് 900 രൂപയാണ് ചോദിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്നത് പീ ക്രസ്റ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. പീ ക്രസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡ്സുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇത് ഹിപ്പിയുടെ ഒരു 10 കല്ലിയായിട്ടുള്ള പെയറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വന്ന ബേഡുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് 1000 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് കൊമർണറിൻ്റെ ഒരു 9 കല്ലിയായ പെയറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് ആൽമണ്ട് ലൈൻ കളറാണ് വരുന്നത്. കൊമർണർ 3500 രൂപ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ന്യൂ ലയൻ കിങ് ആണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കിങ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 11000 രൂപയാണ് ചോദിക്കുന്നത്. 11,000 റുപ്പീസാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ന്യൂ ലൈൻ കിങ് ആണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ടെംപ്ലർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 6500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഇതിൽ മെയിൽ വന്നിരിക്കുന്നത് ആൻഡലൂഷൻ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ 6500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബൊക്കാറോടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ബൊക്കാറോടെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡ്സാണ് വന്നിരിക്കുന്നത്. 3300 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് മുദീന ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി മുദീനയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 5500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. ഈ ബേഡ്സ് അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തത് വന്നിരിക്കുന്നത് 4 കല്ലിയായ ഫെലിഗേസറിൻ്റെ ചിക്സാണ് വന്നിരിക്കുന്നത്. ഈ ചിക്സിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപയാണ് ഈ ചിക്സിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഫെലിഗേസറിൻ്റെ 4 കല്ലിയായ ചിക്സ്. അപ്പോൾ ഈ ബേഡ്സ് എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റ്സുകളിൽ നിന്ന് സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം.
അടുത്തായിട്ട് വന്നിരിക്കുന്നത് ചൈനീസ് അവളുടെ ഒരു 9 കള്ളിയായ ഫീമെയിലാണ്. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് 2 അഡൾട്ട് കാറ്റുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാണിക്കുന്നത് മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 അഡൾട്ട് കാറ്റുകൾ. അപ്പോൾ ഈ 2 കാറ്റുകൾ കൂടി 6000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. പക്ഷേ പെറ്റ്സിനെ വാങ്ങുമ്പോഴും അതിനൊക്കെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിസ്കിൽ പെറ്റ്സിനൊക്കെ വാങ്ങാൻ ശ്രമിക്കുക. നമ്മൊരു മാർക്കറ്റ് പ്ലേസ് എന്ന കൺസെപ്റ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ക്വാളിറ്റിയും അതുപോലെ നിങ്ങൾ പെറ്റ്സിനൊക്കെ ഡയറക്റ്റ് പോയി ചെന്ന് കണ്ടെടുക്കാൻ ശ്രമിക്കുക. ഇത് വന്നിരിക്കുന്നത് ഫീമെയിലാണ്. അപ്പോൾ ഇത് 2 കൂടി ചോദിക്കുന്നത് 6000 രൂപയാണ് ചോദിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂരാണ് പ്ലേസ് വന്നിരിക്കുന്നത്. 2 കൂടി 6000 രൂപയാണ് 2 കാറ്റുകളോട് ചോദിക്കുന്നത്. നമ്മളെ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കായംകുളത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തള്ളാടും 2 കുട്ടികളും കൂടി 9000 രൂപയാണ് ചോദിക്കുന്നത്. ഹൈദരാബാദ് ബീറ്റിൻ്റെ ക്രോസ് ആടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 9000 രൂപയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പ്രസവമാണ് ആടിൻ്റെ. 2 കുട്ടികളടക്കം 9000 രൂപയാണ് ചോദിക്കുന്നത്. കായംകുളമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്നൊരു 3.5 മാസമായൊരു മലബാറി ആട് കൂടിയും വന്നിട്ടുണ്ട്. മുട്ടനാട് മലബാറി 3.5 മാസമായത് 3250 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. മലബാറിയാണ് വന്നിരിക്കുന്നത്. 3.5 മാസം പ്രായമായത് മുട്ടനാട് കായംകുളമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്.